ഓക്കെ. എൻ്റെ ടോപ്പിക്ക് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ആൻഡ് ഫുഡ്, സോഷ്യൽ ആൻഡ് എത്തിക്കൽ കൺസിഡറേഷൻ. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് പറയുമ്പോൾ ഒരു ഓർഗാനിസത്തിൻ്റെ ജനറ്റിക് മേക്കപ്പ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തുണ്ടാകുന്ന ഓർഗാനിസമാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം നമുക്ക് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി വഴി ആണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം അഗ്രികൾച്ചർ, ഫാം അനിമൽസ്, പ്രൊഡക്ഷൻ ഓഫ് വാല്യുബിൾ ഫാർമസ്യൂട്ടിക്കൽ, അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ വരുത്താവുന്നതാണ്. അഗ്രികൾച്ചറൽ പ്ലാന്റ്സ് ആണ് GMOയുടെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ. മോഡിഫൈഡ്, അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്തെന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ദ ക്രോപ്പ് yield, reduce the cost for food or drug production, reduce need for pesticide, enhance the nutrient composition and food quality, resistance to pest and disease, greater food security and medical benefits. ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ നോക്കാം. പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫുഡിനുള്ള ആവശ്യവും വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ലാൻഡ് ക്ലിയർ ചെയ്ത് അഗ്രികൾച്ചർ നടത്തുന്നതിനേക്കാളും എഫക്റ്റീവായിട്ട് ലാർജ് എമൗണ്ട് ഓഫ് ഫുഡ് പ്രോഡക്ട്സ്, അതായത് ക്വാണ്ടിറ്റി കൂട്ടുന്ന പ്ലാന്റ്സിനെ കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെയാണ് GMOക്ക് ഉപയോഗം. GMO നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം, അതായത് ഒരുപാട് ഫുഡ് പ്രോഡക്ട്സിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കുറച്ച് സ്ഥലത്ത് നമുക്ക് GMO പ്ലാന്റ്സിന് ഉപയോഗിക്കാം. ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് ആർ ഐദർ യൂസ്ഡ് ആസ് പെസ്റ്റ് റെസിസ്റ്റൻ്റ് വെറൈറ്റി, അല്ലെങ്കിൽ നമുക്ക് ഫുഡ് ക്രോപ്സ് ആയിട്ട് ഉപയോഗിക്കാം. Several variety of transgenic crop plants have been developed for some desirable traits such as high yield, slow post-harvest fruit ripening, improved nutritional qualities. ഇതൊക്കെയാണ് ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിൻ്റെ സം ഡിസൈറബിൾ ട്രേറ്റ്സ്, അതായത് ഹൈ yield, സ്ലോ പോസ്റ്റ് ഹാർവസ്റ്റ് ഫ്രൂട്ട് റൈപ്പനിങ്, ഇംപ്രൂവ്ഡ് ന്യൂട്രീഷണൽ ക്വാളിറ്റീസ് എക്സെട്ര. ഇനി നമുക്ക് ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. BT ക്രോപ്സ് എന്ന് പറയുന്നത് പെസ്റ്റ് റെസിസ്റ്റൻ്റ് ഒരു ട്രാൻസ്ജീനിക് ക്രോപ്സ് ആണ്. ഈ ക്രോപ്സിൽ ബാക്ടീരിയൽ ഒരു ടോക്സിക് ജീൻസ് അതിൻ്റെ ജീനോമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ്, അത് BT ക്രോപ്സിന് എക്സാമ്പിളാണ് BT റൈസ്, BT മെയ്സ്, BT കോൺ, BT കോട്ടൺ, BT പൊട്ടറ്റോ, BT സോയാബീൻ, BT ക്യാബേജ് എക്സെട്ര. BT ടോക്സിക് ജീൻ ബാസിലസ് തുറിഞ്ചിനൻസിസ് എന്ന ബാക്ടീരിയയിൽ നിന്നും എടുക്കുന്ന ഒരു ജീനാണ്. ഈ ജീനിൽ ഒരു പ്രോട്ടീൻ ഈ ജീൻ ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രോട്ടീൻ ഒരു എൻഡോടോക്സിനാണ്. അതിൻ്റെ പേരാണ് ഡെൽറ്റ എൻഡോടോക്സിൻ. ആ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനാണ് ക്രൈജീൻ ഓർ BT ടോക്സിക് ജീൻ. ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ജീൻ ഈ പ്ലാന്റ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ജീൻ ഒരു ലാർവയ്ക്ക് ഫേറ്റലാണ്. അതായത് ആ ലാർവയുടെ ഉള്ളിൽ ഈ ജീൻ, അതായത് ഈ പ്രോട്ടീൻ പോകുമ്പോൾ അതിൻ്റെ മിഡ്ഗട്ട് ലൈസ് ചെയ്ത് ആ ബാക്ടീരിയ അത് കൊന്നു കളയുന്നു. അപ്പോൾ ഈ ജീൻ ഈ പ്ലാന്റ്സിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ ബാക്ടീരിയ, ആ ഇൻസെക്റ്റ് വന്ന് ആ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ ടോക്സിൻ അതിൻ്റെ അകത്ത് നിന്ന് ആ പെസ്റ്റിനെ നശിപ്പിച്ച് കളയുന്നു. അങ്ങനെയാണ് BT ക്രോപ്സ് വർക്ക് ചെയ്യുന്നത്. BT പ്ലാന്റ്സിൻ്റെ കുറച്ച് എക്സാമ്പിളാണ് BT കോട്ടൺ, BT പൊട്ടറ്റോ. BT കോട്ടൺ എന്ന് പറയുമ്പോൾ അത് ഒരു നാച്ചുറൽ കോട്ടൺ ആണ്. ആ കോട്ടണിൽ ബാസിലസ് തുറിഞ്ചിൻസിസിൻ്റെ IAC ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ജീനാണ് ഈ എൻഡോടോക്സിൻ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ പ്രോട്ടീൻ ഹൈ pHൽ ആക്റ്റീവാണ്. നമ്മുടെ ഗട്ടിലെ pH അസിഡിക് ആണ്. അപ്പോൾ ഈ pHൽ ആ പ്രോട്ടീൻ ആക്ടിവേറ്റ് ആയിട്ട് ആ ഇൻസെക്റ്റിനെ കൊന്നു കളയുന്നു. BT കോണിലും BT കോൺ യൂറോപ്യൻ കോൺ ബോറർ, ആ ഒരു ഇൻസെക്റ്റിനെയാണ് കൊല്ലുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് Cry1AB ബാസിലസ് തുറഞ്ചിനൻസിലെ പ്രോട്ടീനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് BT പൊട്ടറ്റോയും ഒരു ഇൻസെക്ടിസൈഡൽ ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. ഇതും ബാസിലസ് തുറഞ്ചിനസിൻ്റെ ജീൻ എടുത്തിട്ടാണ് അതിൻ്റെ ജീനോമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്.
BT സോയാബീൻ അല്ല, ഒരു വെറൈറ്റിയാണ് സോയാബീൻ. ഒരു ട്രാൻസ്ജീനിക് സോയാബീൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതൊരു ഹെർബിസൈഡ് ടോളറൻ്റ് ആണ്. അത് ഗ്ലയോഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു ഹെർബിസൈഡ് ആണ്. ആ ഹെർബിസൈഡിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോയാബീനെയും GM ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തത് ഗോൾഡൻ റൈസ്. Golden rice is a genetically modified and beta-carotene rich variety of rice which can solve the problem of vitamin A deficiency in human beings. ഈ ഗോൾഡൻ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നതെന്ന് വെച്ചാൽ 3 ജീൻസ് ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. 2 ജീൻസ് ഫ്രം ഡാഫേഡിൽ ആൻഡ് 1 ജീൻ ഫ്രം ബാക്ടീരിയം ഏത് ബാക്ടീരിയം വെച്ചാൽ എർവീനിയ ഇറിഡോവേറ എന്ന് പറയുന്ന ബാക്ടീരിയത്തിൽ നിന്നും ഒരു ജീനും ഡാഫോഡിൽ നിന്ന് 2 ജീനും എടുത്ത് ഗോൾഡൻ റൈസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ജീൻ ബീറ്റാ കരോട്ടിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹ്യൂമൻസ് ഇത് കഴിക്കുമ്പോൾ അവരുടെ ബോഡി ചെല്ലുമ്പോൾ ബീറ്റാ കരോട്ടിൻ വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇതോടുകൂടി വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഗോൾഡൻ റൈസ് കൺസ്യൂം ചെയ്യുന്നതോടുകൂടി സഫിഷ്യൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ എ ലഭിക്കുന്നതാണ്. ഗോൾഡൻ റൈസ് ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ് ആണ്. അടുത്തത് ഫ്ലേവർ സേവർ ടൊമാറ്റോ. Flavor Saver tomato is a transgenic variety of tomato characterized by reduced and delayed fruit softening. അതായത് നേരത്തെ തക്കാളി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് അഴുകിപ്പോവാനും പഴുത്താൽ പെട്ടെന്ന് ചെടിയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ അത് ഹാർഡായിട്ടിരിക്കാനും പെട്ടെന്ന് സോഫ്റ്റായി പോവാതിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഫ്ലേവർ സേവർ ടൊമാറ്റോ. It was developed by applying antisense RNA technology, which minimizes the production of fruit ripening enzyme polygalacturanoids, which reduces and delays fruit ripening. ഇതിൽ ആൻറ്റിസെൻസ് RNA ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഫ്രൂട്ട് റൈപ്പനിങ് എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ മിനിമൈസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ജീനോമിൽ ആൻറ്റിസെൻസ് PG ആ ജീനിന് 2 സൈഡിലായിട്ട് അതിൻ്റെ പ്രൊമോട്ടർ ഭാഗത്ത് CAM35ഉം ടെർമിനേഷൻ സൈറ്റിൽ നോപ്പാലിൻ സിന്തസൈസും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്യൂട്ടബിൾ വെക്റ്റർ ഉപയോഗിച്ച് അതിൻ്റെ ജീനോമിൽ കൊണ്ടുവന്നിട്ടാണ് ഇതിൻ്റെ ഫ്രൂട്ട് റൈപ്പനിങ് ഡിലേ ചെയ്തിട്ടുള്ളത്. ഫ്ലേവർ സേവർ ടൊമാറ്റോ ഗോൾഡൻ റൈസും അല്ലാതെ വേറൊരു വെറൈറ്റിയാണ്. ഒരു വെറൈറ്റി ഓഫ് റൈസ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ അയൺ ഡെഫിഷ്യൻസി മാറ്റാൻ വേണ്ടിയാണ്. This GM crop was engineered by introducing into rice genome a ferritin gene from a common bean and that produces a protein capable of binding iron, as well as a gene from fungus that produces an enzyme capable of digesting compounds that increase iron bioavailability via digestion of phytate. ഒരു ഫംഗസ് എന്നുള്ളൊരു ജീനും ഒരു കോമൺ ബീനിൽ നിന്നുള്ളൊരു ഫെറിറ്റിൻ ജീനും കൂടെ ഒരു റൈസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അയണിൻ്റെ അവൈലബിലിറ്റി കൂട്ടുന്ന ഒരു മോഡിഫൈഡ് റൈസിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് GM പ്ലാന്റ്സ്. എൻവയോൺമെൻറ്റൽ ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് ഫാർമേഴ്സിന് ലെസ് പെസ്റ്റിസൈഡ് യൂസ് ചെയ്താൽ മതിയാവും. That means fewer chemicals that can damage the environment are washed into soil. അതായത് നമ്മുടെ ചെടിയിൽ പെസ്റ്റിസൈഡ് ഉപയോഗിക്കുമ്പോൾ അത് സോയിലിലോട്ട് വരികയാണ്. അപ്പം നമുക്ക് ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് ഉപയോഗിക്കുമ്പോൾ, അതായത് പെസ്റ്റ് റെസിസ്റ്റൻ്റ് ഇൻസെക്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉപയോഗിക്കുമ്പം പെസ്റ്റിസൈഡിൻ്റെ യൂസ് വരുന്നില്ല. അപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും, പൊല്യൂഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം. GM crops are better protected and are not susceptible to diseases, insects and herbicides, allowing a more consistent yield. അത് മാത്രമല്ല ഒരു സസെപ്റ്റബിലിറ്റി ഡിസീസിനായിട്ടുള്ള സസെപ്റ്റബിലിറ്റി കുറവാണ്. ഇൻസെക്റ്റും ഹെർബിസൈഡും റെസിസ്റ്റൻറ്റുമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ഈൽഡ് കിട്ടുന്നതാണ്. Pest resistant GM crops reduces the need to spray an entire crop which impacts their entire insect population. GM pest resistant crops are effectively target only pest insect that eat the crop. GM crops എന്ന് പറയുമ്പോൾ അതിന് ഒരു ടാർജറ്റ് ആയിട്ടുള്ള ഒരു ഇൻസെക്റ്റ് ആണ്. ആ ഇൻസെക്റ്റിനെ മാത്രമായിരിക്കും അവർ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. ഏത് ഇൻസെക്റ്റാണോ അവർ ഈൽഡിനെ അഫക്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള GM പ്ലാന്റ്സ് ആ ഒരു ഇൻസെക്റ്റിനെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്.
ഹയർ yield ഓഫ് ക്രോപ്സ് ഡ്യൂ ടു ഇംപ്രൂവ്ഡ് പ്രൊട്ടക്ഷൻ. അപ്പോൾ ഈ നല്ല പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ക്രോപ്സ് എല്ലാം ഹൈ yield ആയിരിക്കും. It costs less to produce crop due to lower susceptibility to viruses and insects. The crops have greater hardiness. Costs are potentially saved through a reduced need for pesticides or herbicides. GM crops can allow no-tillage farming, which has benefits both for the farmer and for the environment. അപ്പോൾ ഇതിന് കോസ്റ്റ് കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ഇവർ പെസ്റ്റ് റെസിസ്റ്റൻ്റ് ഒക്കെ ആയതുകൊണ്ട് കെമിക്കൽസ് ഒന്നും വാങ്ങി അധികം പൈസ ആവത്തില്ല. അത് മാത്രമല്ല അവർ ഈൽഡും ഹൈ ഈൽഡും തരുന്നുണ്ട്. Limitations: environmental risk. Farmers may use weed killers indiscriminately on herbicide-resistant crops if they know their crops are less susceptible to these chemicals. അപ്പം ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഫാർമേഴ്സിന് ഒരു പക്ഷേ അവരുടെ ക്രോപ്സ് ഹെർബിസൈഡ് റെസിസ്റ്റൻ്റ് ആണെന്ന് അറിയാമെങ്കിൽ പോലും ചിലരെല്ലാം ഹെർബിസൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എൻവയോൺമെൻറ്റൽ റിസ്കിന് കാരണമാകുന്നുണ്ട്. The toxic effects of insect-resistant plants could potentially also kill beneficial insects such as bees. അപ്പോൾ ഈ ഇൻസെക്ട് റെസിസ്റ്റൻ്റ് പ്ലാന്റ്സിന് ചിലപ്പോൾ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബീസിനെയും കൊല്ലാൻ കഴിഞ്ഞേക്കും. ഓൾദോ BT toxins are specific only to certain classes of insects, the long-term impacts on the ecosystem is not yet well established. അപ്പം ഈ ബി ടി പ്ലാന്റ്സ് എന്നല്ല, ട്രാൻസ്ജീനിക് പ്ലാന്റ്സ് പ്രത്യേകിച്ച് ഒരു ടാർഗറ്റ് ഇൻസെക്റ്റിനെ ആയിരിക്കും അത് അറ്റാക്ക് ചെയ്യുന്നത്. നമുക്ക് ആ പ്ലാന്റ്സിന് പ്ലാന്റ്സിനെ രക്ഷിക്കാൻ പറ്റും. അതായത് ഇൻസെക്റ്റിനെ നശിപ്പിച്ച് ആ പ്ലാന്റ്സിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിലും ആ ഇക്കോസിസ്റ്റത്തിൽ ആ ഇൻസെക്റ്റ് നശിക്കുമ്പോൾ വേറൊരു ഫുഡ് ചെയിനോ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അതിൻ്റെ റിസൾട്ടൊന്നും ഇപ്പം അറിയത്തില്ല. അങ്ങനെയാണ് പറയുന്നത്. Insect resistant or herbicide resistant crops can potentially cause the development of harmful pest resistant plants or superweeds. ഇൻസെക്റ്റ് റെസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഹെർബിസൈഡ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ ക്രോപ്സ് ഉപയോഗിക്കുമ്പോൾ അത് ഒരു പുതിയ പെസ്റ്റ് റെസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഒരു സൂപ്പർ വീഡിനെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കുന്നത്. The cost of GM seeds include a technology fees, with the result that small-scale farmers may not be able to afford it. അതായത് സ്മോൾ സ്കെയിൽ ഫാമേഴ്സിന് ഈ GM സീഡിൻ്റെ കോസ്റ്റ് കുറച്ച് വലുതായിരിക്കാം. GM crops are patented and the farmers may be retain the seeds for breeding purpose. അതായത് GM crops എല്ലാം പേറ്റഡ് ആണ്. അതുകൊണ്ട് അടുത്ത ബ്രീഡിംഗ് പർപ്പസിന് അവർക്ക് യൂസ് ചെയ്യാൻ അത് ബുദ്ധിമുട്ടായിരിക്കും. സം ട്രേസ് സച്ച് ആസ് herbicide resistance may be of no benefit to small scale or subsistence farmers if they cannot afford to buy herbicide. Although safety of GM products is tested in intense short-term studies and long-term effects of health of GM products, GM food consumption is not established. അതായത് GM പ്രോഡക്ട്സിൻ്റെ ഒരുപാട് സേഫ്റ്റി മെഷേഴ്സ് നോക്കിയാണ് വരുന്നതെങ്കിലും ലോങ് ടേം എഫക്റ്റ്, അതായത് ഈ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഹെൽത്തിന് വരുന്നുണ്ടോയെന്ന് പ്രശ്നം വരുന്നുണ്ട്. ഇതുവരെയും അത് കറക്റ്റായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് അല്ല. ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് മാത്രമല്ല ഉള്ളത്, ജനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽസ് ഉണ്ട്. The cows are genetically engineered for generation of disease-fighting human antibodies in their plasma of blood. The clones of aforementioned cows with greater amount of human antibodies, their system are hyper-vaccinated against specific disease, and therefore the plasma from their blood can become ഹ്യൂമൻ ഡ്രഗ്. അതായത് കൗസ് എല്ലാം ജനറ്റിക്കലി മോഡിഫൈഡ് ചെയ്ത് ഹ്യൂമൻ ആൻറ്റിബോഡീസ് അവരുടെ പ്ലാസ്മയിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കൗസ് എല്ലാം ഹൈപ്പർ വാക്സിനേറ്റഡ് ആണ്. ചില ഡിസീസിനെതിരെ ഹൈപ്പർ വാക്സിനേറ്റഡ് ആണ്. അതുകൊണ്ട് അവരുടെ പ്ലാസ്മ, അതായത് അവരുടെ പ്ലാസ്മ നമുക്ക് ഹ്യൂമൻ ഡ്രഗായിട്ട് ഉപയോഗിക്കാൻ പറ്റും. GM pigs are being exploited towards transplants of heart, kidneys, liver as well as pancreas cells as to cure diabetes into non-human primates. It will be utilized in the future for human being trials, as it is thought that pig organs are as well as cells would be safer over human organ transplant, as they would be free of HIV hepatitis. അതായത് GM പിഗ്സിനെ, അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് പിഗ്സിനെ വളരെയധികം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, അതായത് അവരെ
ഹാർട്ട്, കിഡ്നി, ലിവർ ഇതെല്ലാം ട്രാൻസ്പ്ലാന്റേഷന് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് നോൺ ഹ്യൂമൻ പ്രൈമേറ്റ്സിലാണ്. പ്രൈമേറ്റ്സിലാണ്, ഹ്യൂമൻസ് ഇല്ലാത്ത പ്രൈമേറ്റ്സിൽ ട്രാൻസ്പ്ലാന്റേഷന് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇനി ഹ്യൂമൻസിലും ഫ്യൂച്ചറിൽ അത് ഉപയോഗിക്കാം. കാരണം എന്താ വെച്ചാൽ ഇവരുടെ ഓർഗൻസ് എല്ലാം ദേ വുഡ് ബി ഫ്രീ ഓഫ് HIV, ഓഫ് ഹെപ്പാറ്റൈറ്റിസ്. ജനറ്റിക്കലി മോഡിഫൈഡ് മൈക്രോബ്. അപ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് ഉണ്ട്, അനിമൽസ് ഉണ്ട്, ജനറ്റിക്കലി മോഡിഫൈഡ് മൈക്രോബ്സും ഉണ്ട്. അതായത് ഇൻ 1983 an American company, Eli Lilly, produced the first genetically engineered human insulin, Humulin. The transgenic bacterium E. coli is used to generate insulin. The first genetically modified microbe towards the bioremediation was developed by Dr. Ananda Chakravarti. The GM Pseudomonas that was able to disintegrate to 5-trichlorophenoxyacetic acid was sufficient in the treatment of oil spills. അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് മൈക്രോബിനെ വെച്ചിട്ട് ഹ്യൂമൻ ഇൻസുലിൻ എല്ലി ലില്ലി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഈക്കോളിയിൽ നിന്നാണ് ഉണ്ടാക്കിയെടുത്തത്. അതേപോലെ തന്നെ ബയോ റെമഡിയേഷന് വേണ്ടി ജനറ്റിക്കലി മോഡിഫൈഡ് മൈക്രോബിനെ ഉപയോഗിച്ചിട്ടുണ്ട്. GM സ്യൂഡോമോണാസ് അതായത് 2,4,5-ട്രൈക്ലോറോഫിനോക്സി ആസിഡിന് ഡിസൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഓയിൽ സ്പില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കാൻ പറ്റുക, അതിനെ ഓയിൽ സ്പില്ലിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ജി എം സ്യൂഡോമോണാസിനെയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. Similarly, the increased capability towards sequestering of heavy metals like cadmium was attained through the transfer of a mouse gene that found to encode metallothionein to Rastolia eutropha, a bacterium naturally occurred in soil. Genetically modified food. Genetically modified food is the food prepared from the uh, produce of genetically modified transgenic plants which contain some alien genes introduced to them by genetic manipulation. ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് എന്ന് പറയുമ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്ട്സ് ആണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്. Tomato, corn, rice, wheat, beans, fruits, etc. are genetically modified food produced so far. GM food differs from conventional food. Uh, GM food contains introduced antibiotic-resistant transgene that was used during gene transfer, and also contains protein coded by transgene. They contains enzyme produced by antibiotic resistant genes. അപ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ജീൻസ് ഉണ്ട്. അപ്പോൾ ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് ആൻറ്റിബയോട്ടിക് എൻസൈം പ്രൊഡ്യൂസ്ഡ് ബൈ ദ antibiotic resistant genes. The transgene products of the GM food may cause toxicity or allergy. അപ്പോൾ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡിൻ്റെ അതായത് അതായത് ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ജീനിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് ആ ഫുഡിലൂടെ കഴിക്കുമ്പോൾ നമുക്ക് ടോക്സിസിറ്റി ഓർ അലർജി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. The enzyme produced by antibiotics resistant gene may cause allergy since it is a protein. The intestinal bacteria of the consumer may take up the antibiotic-resistant gene present in the GM food and may become resistant to the respective antibiotic and difficult to manage. അതായത് നമ്മുടെ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് കഴിക്കുമ്പോൾ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ജീൻ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കും. ആ പ്രോഡക്റ്റ് അതൊരു ഫോറിൻ പ്രോട്ടീൻ ആയിരിക്കും. അത് നമുക്ക് അലർജി ഉണ്ടാക്കും, അല്ലെങ്കിൽ അതിന് നമ്മൾ റെസിസ്റ്റൻ്റ് ആയി മാറും. GM foods being more resistant and having more shelf life and can be safely transported to distant places. GM ഫുഡ് എന്ന് പറയുന്നത് മോർ റെസിസ്റ്റൻ്റ് ആണ്. അത് മാത്രമല്ല അവരുടെ ഷെൽഫ് ലൈഫ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻറ്റ് പ്ലേസിലേക്ക് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. GM food can cause harm to the other creatures. Example, the pollen of BT corn cause the high mortality in monarch butterfly caterpillars. അതായത് GM ഫുഡ് അതർ ക്രീച്ചേഴ്സിന് ഒരുപാട് ഹാംനെസ് വരുന്നുണ്ട്. അതായത് പോളൻ ഓഫ് BT കോട്ടൺ, അതായത് പോളൻ ഗ്രെയിൻസ് ഓഫ് BT കോട്ടൺ മൊണാർക്ക് ബട്ടർഫ്ലൈയുടെ കാറ്റർപില്ലറിൻ്റെ ഹൈ മോർട്ടാലിറ്റിക്ക്, ഹൈ ഡെത്തിന് കാരണമാകുന്നു. അത് മാത്രമല്ല BT ക്രോപ്സ് ആർ high nutrient-rich food sources. Example, rice that has been fortified with iron, vitamin A and E,
ലൈസിൻ ഈസ് യൂസ്ഡ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഗോൾഡൻ റൈസ് എല്ലാം ഒരു GMO ഫുഡ് പ്രോഡക്റ്റ് ആണ്, ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡാണ്. ഇൻക്ലൂഡിങ് റിച്ച് പൊട്ടറ്റോസ് ആൻഡ് പൊട്ടറ്റോസ് വിത്ത് ഗ്രേറ്റർ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ്, ഇതെല്ലാം ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡിൻ്റെ എക്സാമ്പിളാണ്. എഗ് പ്ലാന്റ് ദാറ്റ് ഈസ് റെസിസ്റ്റൻറ്റ് ടു ഇൻസെക്ട്, വാക്സിൻ ദാറ്റ് ആർ എഡിബിൾ. അപ്പം എഡിബിൾ വാക്സിൻസും GMOയിൽ അവൈലബിൾ ആണ്. നട്ട്സ് ദാറ്റ് ആർ ഫ്രീ ഓഫ് അലർജൻസ്. സോഷ്യൽ ആൻഡ് എത്തിക്കൽ കൺസിഡറേഷൻ. സോഷ്യൽ ആൻഡ് എത്തിക്കൽ കൺസിഡറേഷൻ ഓഫ് GMO. ഹെൽത്ത് റിസ്ക് ഉണ്ട്. അതായത് മെനി സയൻറ്റിഫിക് ഡേറ്റ ഇൻഡിക്കേറ്റ് ദാറ്റ് അനിമൽസ് ഫെഡ് ബൈ GMO ക്രോപ്സ് ഹാവ് ബീൻ harmed. Example, rat exposed to GM potatoes and soya had abnormal young sperm. അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് കഴിക്കുന്നത് കൊണ്ട്, അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിൻ്റെ ഫുഡ് കഴിക്കുന്നതോടുകൂടി നമ്മുടെ ആനിമൽസിന് കുറച്ച് ദോഷങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അത് GM പൊട്ടറ്റോ കഴിച്ച റാറ്റിന് അബ്നോർമൽ ആയിട്ടുള്ള യങ് സ്പേം ഉണ്ട്, അത് പ്രൂവ് ചെയ്തതാണ്. Cow, goat, buffalo, pig and other livestock grazing on BT maize and certain biotech corn show complication includes early delivery, abortion, infertility and many more die. അതായത് BT മെയ്സിൽ ഗ്രേസ് ചെയ്ത കൗ, ഗോട്ട് അങ്ങനെയുള്ള അനിമൽസിന് എയർലി അബോർഷൻ, എയർലി ഡെലിവറി, എയർലി അബോർഷൻ, ഇൻഫെർട്ടിലിറ്റി അങ്ങനെ കുറേ അബ്നോർമാലിറ്റി വരുന്നുണ്ട്. Many companies do not accept the direct link between GM consumption and human health problems. Example, foodborne disease such as soya allergies have increased over past 10 years in UK. അപ്പോഴത്തേക്ക് GM ക്രോപ്സിൻ്റെ GM ഫുഡ് കഴിക്കുമ്പോൾ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലവും വരുന്നുണ്ട്. Many villagers and cotton handlers have developed skin allergies in India. BT കോട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പരുത്തി കർഷകർക്ക് സ്കിൻ അലർജീസ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻവയോൺമെൻറ്റൽ റിസ്ക്. ജീൻസ് മേ എസ്കേപ്പ് ആൻഡ് ഫൈൻഡ് ദ വേ ഇൻറ്റു അതർ സ്പീഷീസ്. അതായത് അൺഇൻറ്റൻഡ് ഹാം ടു അതർ സ്പീഷീസ്. അതായത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ജീൻ വേറെ പ്ലാന്റ്സിൽ എത്തിപ്പെട്ട് അത് അതർ സ്പീഷീസിനും ഹാം ഉണ്ടാക്കുന്നുണ്ട്. GM crops could compete or breed with wild species threatening biodiversity. അതായത് വൈൽഡ് ആയിട്ടുള്ള നമ്മുടെ നേറ്റീവ് സ്പീഷീസ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ബ്രീഡ് ചെയ്തിട്ടും അത് ബയോഡൈവേഴ്സിറ്റി വളരെ ത്രെട്ടനിങ് ആണ്. എക്കണോമിക്കൽ ഇഷ്യൂ. റിസ്ക് പേറ്റന്റ് എൻഫോഴ്സ്മെന്റ് which oblige farmers made to depend on giant engineering companies such as Monsanto for strains when their crops are pollinated. അതായത് പേറ്റന്റ് കാരണം ഈ ഫാർമേഴ്സ്, അതായത് വലിയ കമ്പനികളായ മൊൻസാൻഡോ അതൊരു എക്സാമ്പിളാണ്. ആ കമ്പനികൾ അതായത് അവരെ ക്രോപ്സ് പോളിനേറ്റ് ചെയ്യാൻ വേണ്ടി ആ കമ്പനികളെ ആശ്രയിക്കേണ്ടി വരും. അതായത് പേറ്റൻസി വരുമ്പം ചെറുകിട കർഷകർക്ക് അല്ലെങ്കിൽ നോർമൽ കർഷകർക്കായാലും അത് വലിയ ബുദ്ധിമുട്ടാണ്. Patenting new plant varieties will raise the price of seeds so high that small farmers will not be able to afford seeds for GM crops, thus widening the gap between the wealthy and poor. അപ്പോൾ ഈ പുതിയ പ്ലാന്റ്സ് എല്ലാം പേറ്റൻറ്റ് ചെയ്യുമ്പം ഇതിൻ്റെ സീഡ്സിൻ്റെ കോസ്റ്റ് കൂടും. അപ്പം സ്മോൾ സ്കെയിൽ ഫാമേഴ്സിന് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. എത്തിക്കൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ദ ഐഡിയ ഓഫ് ക്രിയേറ്റിംഗ് ആൻ ഓൾട്ടർനേറ്റീവ് ലൈഫ് മേക്കിംഗ് ഇറ്റ് ഇൻപ്യൂർ. അതായത് ഒരു ജീവൻ ക്രിയേറ്റ് ചെയ്ത് അതിനെ ഓൾട്ടർ ചെയ്യുന്നത് അതിൻ്റെ പ്യൂരിറ്റിയെ നഷ്ടപ്പെടുത്തും. രണ്ടാമത്, അനിമൽസ് ചോയ്സ് ഓർ ദ റൈറ്റ് ഇൻ ദ മാറ്റർ ഓഫ് ബീങ് മോഡിഫൈഡ്, കൺസെൻറ്റ് എത്തിക്സ്. അതായത് ഒരു അനിമലിൻ്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ അതിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെയാണ് അതിനെ ഓൾട്ടർ ചെയ്യുന്നത്, അങ്ങനെയുണ്ട് എത്തിക്കൽ ഇഷ്യൂ. People who for philosophical or religious reason reject transgenic technology. അതായത് റിലീജിയസ് റീസൺ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ റീസൺ വെച്ചിട്ട് ആളുകൾ ട്രാൻസ്ജീനിക് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ടെക്നോളജിയെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. Each organism has their own respective niche. By creating a new modified organism, it may be able to outcompete other organisms from their niches. It makes the genetically modified unnatural and therefore unethical. അതായത് ഒരു ഓർഗാനിസത്തിനെ മോഡിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ നിശയിൽ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനെ കൊണ്ടുവരുമ്പം അവിടെ നേറ്റീവ് ആയിട്ടുള്ളതിന് അത് ഔട്ട് കോമ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം അതുകൊണ്ട് തന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം അൺനാച്ചുറലും അൺഎത്തിക്കലുമാണ്.